Dear students, നമ്മൾ 13th chapter chemistry 11th standardലെ ഹൈഡ്രോകാർബൺസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ എസെൻഷ്യൽ തിയറിയാണ്. ഹൈഡ്രോകാർബൺസ് നിങ്ങൾക്കറിയാം എലാബറേറ്റ് ചാപ്റ്റർ ആണ്. 11th സ്റ്റാൻഡേർഡിൽ വളരെ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ഓഫ് കെമിസ്ട്രിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ് ഹൈഡ്രോകാർബൺസ്. അതിന്റെ എസെൻഷ്യൽ തിയറിയിൽ ഹൈഡ്രോകാർബൺ സിംപ്ലി മീൻസ് കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. ബേസിക്കലി 3 ഫാമിലീസ് ആണ് വരുന്നത്: ആൽക്കെയ്ൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. Alkanes means ANE blend ചെയ്യുന്നവരെല്ലാം സിംഗിൾ ബോണ്ടഡ് ആണ്. They are also called the saturated hydrocarbons. They have the general formula CnH2n+2. And in a single bonded carbon chain, all carbon atoms will be sp3 hybridized. ഇതിന് ഇഷ്ടം പോലെ പ്രിപ്പറേഷൻ ഉണ്ട്. അൺസാച്ചുറേറ്റഡ് ആയ ആൽക്കീനുകളായ എത്തീൻ, ഈതൈൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഈ കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇനി റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. സിങ്ക് HCl, സിങ്കും HClഉം കൂടി ഉള്ള കാറ്റലിസ്റ്റ് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയ RX. എക്സ് എന്ന് പറയുമ്പോൾ ഹാലജൻ ആണ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ അതിൻ്റെ അകത്ത് വരും. ഇനി ഇവരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ എക്സ് പോയ സ്ഥലത്ത് ഹൈഡ്രജൻ കയറിയിട്ട് RH+HX. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് വുഡ്സ് റിയാക്ഷൻ. Reaction we will be getting RX+2Na gives 2 molecule RX, 2 molecule ഒരു ഹാലോ ആൽക്കീനും 2 molecule സോഡിയം മെറ്റലും കൂടി ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. കാര്യം അവിടെ ഈ പറഞ്ഞ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ റിയാക്ഷന് പെർഫെക്ഷൻ കുറവായി. We will get a alkane containing double the carbon atoms of ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിൻസിൽ 2 കാർബൺ ഉണ്ടായിരുന്നെങ്കിൽ പ്രോഡക്റ്റ് ആയ ആൽക്കെയിനിൽ 2ന്റെ ഇരട്ടിയായ 4 കാർബൺ ആറ്റംസ് പ്ലസ് ബൈ പ്രോഡക്റ്റ് NaX. ഇനി അടുത്തതാണ് ഹാലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷനിൽ ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആവും സ്ട്രക്ചറിൽ നിന്ന്. Na2CO3യുടെ രൂപത്തിലാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആവുന്നത്. RCOONA plus NaOH in the presence of the catalyst calcium oxide CaO we will get RH plus Na2CO. വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡ്, ദ കോൾബ്സ് ഇലക്ട്രോളിസിസ്. നമ്മൾ RCOONA carboxylic acid, sodium salt of carboxylic acid plus water, electricity passing electrolysis system, we will get alkane plus carbon dioxide plus NaOH plus hydrogen. The physical properties പൊതുവെ പറഞ്ഞാൽ C1 to C4 are gases. C5 to C17 വരെയുള്ള കാർബൺ ചെയിൻ ആൽക്കെയിൻസ് എല്ലാം ലിക്വിഡ്സ് ആണ്. C18 and above മൊത്തം എന്തായിരിക്കും? സോളിഡ്സ് ആണ്. All alkanes are colorless, odorless, insoluble in water, but dissolve in non-polar solvents like carbon disulfide, CS2, benzene loke in the dissolution. Normally, boiling point of alkanes increases with increase in molecular mass, and for the same alkane, the boiling point decreases with the branching. അതായത് ബ്രാഞ്ചിന്റെ എണ്ണം കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ അളവ് കുറയും. ബ്രാഞ്ചിന്റെ എണ്ണം വളരെ കുറവ്, സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ അത്തരം ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. ആൽക്കെയിൻസ് വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഹാവ് ഹയർ മെൽറ്റിംഗ് പോയിന്റ്സ് ദാൻ ദോസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഡ്യൂ ടു സിമെട്രി. കാര്യം ഈവൻ നമ്പർ ആകുമ്പോൾ 50-50 നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വളരെ എളുപ്പം. ഓഡ് നമ്പർ വരുമ്പോഴത്തേക്ക് അൺസിമെട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് ലോവർ ആയിരിക്കും ഓഡ് നമ്പർ കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിന്. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിന് സിമെട്രി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ഹയർ ആയിരിക്കും. Going to the chemical properties of halo alkanes, halogenation. ഒരു ആൽക്കെയിൻ മീഥേൻ എടുത്തു, ക്ലോറിൻ വെച്ച് HNu means light in the presence react ചെയ്തു. We will get carbon tetrachloride വരെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയെടുത്തപ്പോൾ പ്ലസ് HCl. കാർബൺ ടെട്രാക്ലോറൈഡിന്റെ സ്ട്രക്ചർ എന്താ? CCl4. ഇതിന്റെ കോമൺ നെയിം എന്തുവാ? ടെട്രാ ക്ലോറോ മീഥേൻ. ടെട്രാ ക്ലോറോ മീഥേൻ ഇതിന്റെ IUPAC നെയിം, കാർബൺ ടെട്രാക്ലോറൈഡ് ഇതിന്റെ കോമൺ നെയിം. ഇനി കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടത്തുക. ഏതൊരു ആൽക്കെയിൻ എടുത്ത് വെച്ച് കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടത്തിയാലും കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ അതിന്റെ ജനറലൈസ്ഡ് ബാലൻസ് ചെയ്യാനുള്ളൊരു ഫോർമുലയാണ്. പറ്റുന്നവർ ബൈഹാർട്ട്, അല്ലാത്തവർ ജസ്റ്റ് ഇത് മാത്രം ഓർത്ത് വെച്ചു. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണ് ഒരു ആൽക്കെയിന് നടക്കുന്നത്. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ അവിടെ ഓക്സിജന്റെ അളവ് ലിമിറ്റഡ് ആയിരിക്കും. വി വിൽ ഗെറ്റ് കാർബൺ ബ്ലാക്ക്, കരി ആയിരിക്കും അവിടെ പ്ലസ് വാട്ടർ. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഓക്സിജനോട് റിയാക്ട് ചെയ്യും, ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്പെസിഫിക് കാറ്റലിസ്റ്റ് സ്പെസിഫിക് ആവുമ്പോൾ പ്രോഡക്റ്റും സ്പെസിഫിക് ആവും. ഇപ്പൊ മീഥേൻ എടുത്തു വെച്ച് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ കോപ്പർ ട്യൂബ് ആണെങ്കിൽ
അവിടുത്തെ മേജർ പ്രോഡക്റ്റ് മെത്തനോളാണ്. ഇതേ മീഥേനും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കാറ്റലിസ്റ്റ് മോളിബ്ഡിനം ട്രയോക്സൈഡ് MO2O3 ആണെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റ് മെത്തനാൽ പ്ലസ് വാട്ടർ ആണ്. ഇനി ഒരു ഈഥേൻ പ്ലസ് ഓക്സിജൻ ആണ് കിട്ടുന്നതെങ്കിൽ കാറ്റലിസ്റ്റ് അവിടെ മാംഗനീസിന്റെ അസറ്റേറ്റ് ഒക്കെ ആണെങ്കിൽ എത്തനോയിക് ആസിഡ് ആണ് കിട്ടുന്നത്. ഇനി മീഥൈൽ പ്രൊപ്പൈനെ KMnO4 വെച്ച് ഓക്സിഡേഷൻ നടത്തിയാൽ വി വിൽ ഗെറ്റ് മീഥൈൽ പ്രൊപ്പാൻ 2 എന്നാണ്. ഇനി ഐസോമറൈസേഷൻ മീൻസ് ഒരു സ്ട്രൈറ്റ് ചെയിനും ബ്രാഞ്ച് 2. N-butane anhydrous AlCl3 HCl കോമ്പിനേഷൻ കാറ്റലിസ്റ്റ് വെച്ച് റിയാക്ട് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം ഐസോബ്യൂട്ടേൻ. എന്തുവാണ് N-butane ഐസോബ്യൂട്ടേൻ തമ്മിലുള്ള ഡിഫറൻസ്? ബ്യൂട്ടേൻ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് രണ്ടിലും 4 കാർബൺ ടോട്ടലി കാണും. N-butane ഓർ ദ നോർമൽ ബ്യൂട്ടേനിൽ ഈ 4 കാർബൺ ആറ്റവും സ്ട്രൈറ്റ് ചെയിനിൽ ഇരിക്കത്തേ ഉള്ളൂ, ബ്രാഞ്ചുകളൊന്നും കാണത്തില്ല. നടുക്കുന്ന ഒരു ബ്രാഞ്ച് പോയി അവിടെ ഒരു ടെർഷ്യറി കാർബൺ ഡെവലപ്പ് ചെയ്താൽ ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഐസോബ്യൂട്ടേൻ. ആരോമറ്റൈസേഷൻ, N-hexane aromatization ആണ് വെരി ഫേമസ്. N-hexane എടുത്തു വെച്ച് Cr2O3 ഓർ V2O5 ഓർ MO2O3 ഓർ Al2O3 വെച്ചിട്ട് നമ്മൾ aromatization നടത്തിയാൽ we will get benzene plus hydrogen. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ഇതേ റിയാക്ഷൻ ഒന്നും കൂടെ കാണും. എവിടെയായിരിക്കും പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ എന്ന ടോപ്പിക്. അടുത്താണ് റിയാക്ഷൻ വിത്ത് സ്റ്റീം. മീഥേൻ plus water in the presence of nickel we will get carbon monoxide plus hydrogen. Carbon monoxide ആരാണ്? CO. ഒരു പോയിസണസ് ഗ്യാസ് ആണ് CO. നമ്മൾ P ബ്ലോക്കിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 11th സ്റ്റാൻഡേർഡ് P ബ്ലോക്ക് ചാപ്റ്ററിൽ കാർബൺ മോണോക്സൈഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇനി ആൽക്കെയിൻസിന്റെ ലാസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ആണ് ദ പൈറോളിസിസ് ഓർ ദ ക്രാക്കിംഗ് പ്രോസസ്. ഹിയർ ഒരു നമുക്ക് ടിപ്പിക്കൽ NCERT എക്സാമ്പിൾ C6H14 773 കെൽവിനിൽ വെച്ച് പൈറോളിസിസ് 773 കെൽവിൻ എന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് പൈറോളിസിസ് നടത്തിയാൽ അതിങ്ങനെ ചന്നം പിന്നെ പലതായിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവും. ഒന്നുകിൽ C6H12 പ്ലസ് ഹൈഡ്രജൻ ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവും, അല്ലെങ്കിൽ C4H8 പ്ലസ് C2H6 ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവും, അല്ലെങ്കിൽ C3H6 പ്ലസ് C2H4 പ്ലസ് CH4 ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവും. അപ്പൊ ഈ 3 രീതിയിലും സ്പ്ലിറ്റ് അപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ദ പൈറോളിസിസ് ഓർ ക്രാക്കിംഗ്. ഇനി അടുത്തതാണ് കൺഫർമേഷൻസ്. The different arrangement of atoms in space which results from the rotation of a carbon-carbon single bond are the conformations, conformers or the rotamers. Carbon-carbon single bond. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓരോ കാർബൺ ഇങ്ങനെ പല ഓറിയന്റേഷൻ സ്പേസിലും. That all orientations are together called as the conformations or the conformers or the rotamers. Among these isomers, രണ്ടെണ്ണം എക്സ്ട്രീം വെർഷൻ ആണ്. ദാറ്റ് എക്സ്ട്രീം വെർഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവരിങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഒരു പ്രത്യേകത ഒരു പിരിമുറുക്കം ഉണ്ടാവും. ദാറ്റ് സ്ട്രെയിൻ ഈസ് കാൾഡ് ദ ടോർഷണൽ സ്ട്രെയിൻ ഈസ് ദ weak repulsive interaction between the adjacent bonds due to which rotation around a carbon-carbon single bond is not free complete ആയിട്ട് ഫ്രീ ആവാത്തതിനെയാണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. The conformations of ethane ഏതൊക്കെയാ? Staggered conformation ഉണ്ട്, eclipsed conformation. Eclipsed conformation means in staggered conformation if the hydrogen atoms attached to 2 carbon atoms as far apart as possible and is more stable than eclipsed. Eclipsed hydrogen atoms attached to 2 carbon atoms are close together. ഒന്നിനെ മറഞ്ഞിരുന്നാൽ eclipsed. Staggered ദൂരത്തിരുന്നാൽ it is staggered and the other is the eclipsed. The order of stability എടുത്താൽ സ്റ്റാഗേർഡ് ആണ് മോർ സ്റ്റേബിൾ, അത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റർമീഡിയറ്റ് സ്റ്റാഗേർഡും അല്ല എക്ലിപ്സ്ഡും അല്ല, രണ്ടിനെയും കൂടെ ഇടയിൽപ്പെട്ടതൊക്കെ we called it as skew or the Gauche form എന്ന് പറയും. The staggered ആണ് more stable ones, then comes the skew or the Gauche forms, then lastly the eclipsed forms. The potential energy difference among these conformations of either 3 kilocalorie per molar and it is called the torsional strain or the energy barrier. Due to the small difference in energy of the 2 conformations are readily interconvertible and it is not possible to separate the 2. അതായത് സ്റ്റാഗേർഡ് എല്ലാം കൂടെ ഒരു മൂലയ്ക്കും എക്ലിപ്സ്ഡ് എല്ലാം കൂടെ ഒരു മൂലയ്ക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വെരി വെരി മിനിമം. Eclipsed and staggered conformation can be represented by 2 അപ്രോച്ചുകളിൽ വരയ്ക്കാം. ഒന്ന് സാഹോൾസിന്റെ അപ്രോച്ച്, അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട് വ്യൂ ആണ് എടുക്കുന്നത്, സൈഡ് വൈസ് വ്യൂ ആണ് നമ്മൾ സാഹോൾസ് എടുക്കുന്നത്. ഫ്രണ്ട് വ്യൂ എടുക്കുന്നത് ന്യൂമാൻസിലാണ്. ഇവിടെ ബെൻസിന്റെ ഒക്കെ സിമ്പിൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്നതാണ് ന്യൂമാൻസ് പ്രൊജക്ഷൻ. സാഹോൾസ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ ചരിഞ്ഞ് നോക്കി വരയ്ക്കുന്ന പോലെ. നിങ്ങൾ കുറെ കിലോ സ്റ്റാൻഡേർഡ് വരച്ചിട്ടുള്ള നോക്കൂ. എക്ലിപ്സ്ഡിൽ ഒരു ഹൈഡ്രജന്റെ നേർ പറക അടുത്ത ഹൈഡ്രജൻ കണ്ടോ.
ഇവിടെ ഈ ഹൈഡ്രജൻ നേരെ പിറക്കെ ഈ ഹൈഡ്രജൻ, ഇവിടെ ഈ ഹൈഡ്രജൻ നേരെ പിറക്കെ. ദിസ് ഈസ് എക്ലിപ്സ്ഡ്. ഇവിടെ ഈ ഹൈഡ്രജന്റെ നേരെ എതിരിന് ആരുമില്ല. ദിസ് ഈസ് ദ ഫാർ അപ്പാർട്ടിലുള്ളത്. ഇറ്റ് ഈസ് കാൾഡ് ദ സ്റ്റാഗേർഡ് ഫോംസ്. അങ്ങനെ ഹൈഡ്രോ കാർബൺസിലെ ഫസ്റ്റ് ഫാമിലി ഫിനിഷ് ആയി ആൽക്കെയിൻസ്. ദെൻ കംസ് ദ ആൽക്കീൻസ്. ആൽക്കീൻസിൽ ഡബിൾ ബോണ്ട്, ആ ഡബിൾ ബോണ്ടഡ് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ജനറൽ ഫോർമുല CnH2n ആയിരിക്കും. ആൽക്കീൻസിന്റെ വേറൊരു കോമൺ നെയിം എന്ന് വെച്ചാൽ ഒലിഫിൻസ് എന്നാണ്. നമ്മൾ OLEFINS, ഒലിഫിൻസ്. ഓക്കെ, ഇതിന്റെ പല ജാതി പ്രിപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ചിട്ട് ആൽക്കഹോൾസിൽ OH ഗ്രൂപ്പ് ഉള്ളത് ആൽക്കഹോൾസ്, അതിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ആയാലും 2O3 we will get ആൽക്കീൻസ്. അല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോളിക് KOH ഒരു സിംഗിൾ ബോണ്ടഡ് ആൽക്കേനിൽ ഹാലോ ആൽക്കേൻ, എക്സ് വന്നാൽ ഹാലോ ആൽക്കേൻ, ഹാലോ ആൽക്കേനിൽ ആൽക്കഹോളിക് KOH വെച്ച് ഹീറ്റ് ചെയ്താൽ ആൽക്കീൻസിനെ കിട്ടും. അതേപോലെ ഒരു ബ്രോമിൻ സിങ്ക് ബ്രോമിനുള്ള സാധനത്തിൽ സിങ്ക് ഓർ CH3OH വെച്ച് റിയാക്ട് ചെയ്താൽ ആൽക്കേന് കിട്ടും. സോഡിയം അയഡൈഡ് വെച്ച് റിയാക്ട് ചെയ്താൽ ഇൻ ദ പ്രസൻസ് ഓഫ് അസറ്റോൺ വെച്ച് റിയാക്ട് ചെയ്താൽ ആൽക്കീൻസിന് കിട്ടും. അല്ലെങ്കിൽ ആൽക്കൈൻസ്, ട്രിപ്പിൾ ബോണ്ടഡുള്ള ആൽക്കൈൻസിനെ എടുത്ത് വെച്ച് ഹൈഡ്രോജനേഷൻ നടത്തി ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം BaSO4 ആണെങ്കിൽ നമുക്ക് ആൽക്കീൻ, സിസും ട്രാൻസും. ഓക്കെ, സിസ് ആൽക്കീൻ, ട്രാൻസ് ആൽക്കീൻ. സിസ് എന്ന് പറയുമ്പോൾ എന്തുവാ? ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറം ഒരേപോലെ ഇരുന്നാൽ ഇറ്റ് ഈസ് സിസ്, ഡിഫറെന്റ് ആയിട്ടിരുന്നാൽ ഇറ്റ് ഈസ് ട്രാൻസ്. ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ ഗ്യാസസ് ആണ്. ഫസ്റ്റ് 3 members ആർ ഗ്യാസസ്, ദ നെക്സ്റ്റ് 14 ആർ ലിക്വിഡ്സ് ആൻഡ് ദ ഹയർ വൺസ് ആർ എന്തായിരിക്കും? സോളിഡ്സ്. ആൾ ആൽക്കീൻസ് ആർ കളർലെസ് ആൻഡ് ഓർഡർലെസ് എക്സെപ്റ്റ് ഈഥീൻ which has faint sweet smell. All alkenes are insoluble in water but fairly soluble in non-polar zone. The boiling point of alkenes increase regularly with increase in size, and the straight chain alkenes have higher boiling point than എന്തായിരിക്കും? ഐസോമറിക് ബ്രാഞ്ച് ചെയിൻ. ഐസോമറിക് ബ്രാഞ്ച് ഉള്ളതിനെ കാട്ടി ഈ പറഞ്ഞ പോലെ ഹയർ ബോയിലിംഗ് പോയിന്റ്സ് ആയിരിക്കും ആർക്ക്? ഈ പറഞ്ഞ പോലെ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, പലതരം റിയാക്ഷൻസ് ആണ്. ആൽക്കീൻസിന് ഫസ്റ്റ് നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 ഈതറൊക്കെ വെച്ച് ഹാലോജിനേഷൻ നടത്തിയാൽ ഹാലജൻസ് ഒരു ഹാലോ ആൽക്കീനെ കിട്ടും. ഇതേ ആൽക്കീനെ എടുത്ത് വെച്ച് ഹൈഡ്രജൻ ബാർ പലേഡിയം പ്ലാറ്റിനം നിക്കൽ വെച്ച് ഹൈഡ്രോജനേഷൻ നടത്തിയാൽ നോർമൽ ആൽക്കേനെ കിട്ടും. ഇനി ഇതേ ആൽക്കീനെ എടുത്ത് വെച്ച് H2O H2SO4 വെച്ച് ഹൈഡ്രേഷൻ നടത്തിയാൽ നമുക്കൊരു ആൽക്കഹോളിന് കിട്ടും. ഇനി ആൽക്കീൻസിനെ കോൾഡ് ആൽക്കലൈൻ KMnO4, കോമൺലി കോൾഡ് ആൽക്കലൈൻ KMnO4, കോൾഡ് ആൽക്കലൈൻ KMnO4 ആ റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് ബേഴ്സ്. റിയേജന്റ് വെച്ച് ആൽക്കീൻസിനെ റിയാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് cis1,2 ഡയോളിനെ. ഇനി ആൽക്കീൻസിനെ എടുത്ത് വെച്ച് ഒരു ഹാലോ ആൽക്കേനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒരു നോർമൽ ഹാലോ ആൽക്കേനെ കിട്ടും. ഓസോണുമായിട്ട് റിയാക്ട് പ്രോസസ് കാൾഡ് ഓസോണോളിസിസ്. ഇനി മാർക്കോവിക്കോനൂസ് ആൻഡ് ആന്റി മാർക്കോവിനിക്കോസ് റൂൾ. ആന്റി മാർക്കോവിനിക്കോസ് റൂളും മാർക്കോവിനിക്കോ റൂളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കോവിനിക്കോസ് റൂൾ പറയുന്നത് the negative part of adding molecule goes to that carbon atom which has less number of hydrogen. അപ്പൊ HBr സിമെട്രിക്കൽ ആൽക്കീൻസ് ഉണ്ട്. ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറം ഒരേപോലെ ഇരുന്നാൽ ഇറ്റ് ഈസ് സിമെട്രിക്കൽ ആൽക്കീൻസ്. മിക്കപ്പോഴും ഈവൻ നമ്പർ കാർബൺ ആറ്റംസ് ഉള്ളവരാണ് സിമെട്രിക്കൽ ആൽക്കീൻസ്. അൺസിമെട്രിക്കൽ ആൽക്കീൻസ് വെച്ചാൽ ഡബിൾ ബോണ്ടിന്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്താൽ അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഡിഫറന്റ്. ദാറ്റ് ഈസ് കാൾഡ് ദി അൺസിമെട്രിക്കൽ ആൽക്കീൻസ്. ഈ പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ n നമ്പർ ഓഫ് ആൽക്കീൻസിനെ നമ്മൾ എടുത്തു, ഹൈ ടെമ്പറേച്ചർ പ്രഷർ കാറ്റലിസ്റ്റ് വെച്ച് വി വിൽ ഗെറ്റ് പോളിപ്രൊപ്പീൻ. Alkynes, these are unsaturated like alkenes, they contain at least one triple bond. ആൽക്കൈൻസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ എവിടെയെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് കാണും. ആ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp. ഇതിന്റെ പ്രിപ്പറേഷൻ ഡീഹൈഡ്രോജനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ്. വിസിനൽ ഡൈഹാലൈഡ് എന്ന് വെച്ചാൽ തൊട്ടടുത്തടുത്ത കാർബണിൽ ഹാലജൻസ് വന്നാൽ വി കോൾ ഇറ്റ് as വിസിനൽ ഡൈഹാലൈഡ്സ്. ആൽക്കഹോൾ KOH വെച്ച് റിയാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ആൽക്കൈൻ. അല്ലെങ്കിൽ അടുത്ത ഏറ്റവും ടിപ്പിക്കൽ ഫേമസ് പ്രിപ്പറേഷൻ കാൽഷ്യം കാർബൈഡ്, CaC2 പ്ലസ് വാട്ടർ. നമുക്ക് ആരെ കിട്ടും? ആൽക്കൈൻ. ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൾ ആർ ഗ്യാസസ്, ദ നെക്സ്റ്റ് 8 members ലിക്വിഡ്സ്, ഹയർ വൺസ് ആർ എന്തായിരിക്കും? സോളിഡ്സ്. ആൽക്കൈൻസ് ആർ ജനറലി കളർലെസ് ഓർഡർലെസ് എക്സെപ്റ്റ് ഈഥൈൻ വിച്ച് ഹാസ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. പ്രത്യേകതരം ഒരു മണമാണ് ഈഥൈൻ. Alkanes are insoluble in water but soluble in non-polar solvents. Melting boiling points and density increase with increase in molar mass. ഇവരുടെ അസിഡിക് നേച്ചർ ആണ്. ഇവര് വളരെ അസിഡിക് ആണ്. കാര്യം ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഹൈഡ്രജൻ വളരെ ഈസിലി ആയിട്ട്
ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ പെട്ടെന്ന് ഈസിലി ആയിട്ട് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നവർ മോർ അസിഡിക് ആയിരിക്കും. അതിന്റെ അഡിഷൻ റിയാക്ഷൻ, ഇപ്പൊ നിക്കൽ ഹൈഡ്രജൻ പോലുള്ളവർ വെച്ച് റിയാക്ട് ചെയ്ത് ആദ്യം എത്തീൻ കിട്ടും, അതിൽ നിന്ന് പിന്നെ ഹൈഡ്രോജനേഷൻ നടത്തിയാൽ ഈഥേനിനെ തന്നെ. അതിന്റെ കുറെ ടിപ്പിക്കൽ എക്സാമ്പിൾ. ക്ലോറിനും CCl4 വെച്ചാൽ ഹാലോ ആൽക്കെയിൻസിനെ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ലീനിയർ പോളിമറൈസേഷൻ അതാണ് നോക്കുക. ലീനിയർ പോളിമറൈസേഷൻ വി വിൽ ഗെറ്റ് പോളിത്തീൻ. ഇനി സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈതൈൻ എന്ന് വെച്ചാൽ CH ട്രിപ്പിൾ ബോണ്ട് CH വി വിൽ ഗെറ്റ്. അത് സൈക്ലിക് പോളിമറൈസേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഈസ് ദ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. Fe ട്യൂബ് എന്ന് വെച്ചാൽ അയൺ ട്യൂബ്. വി വിൽ ഗെറ്റ് the cyclic polymerization of ethine using the red hot iron tube produces ആരാ ബെൻസീനെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കെയിൻസ് കഴിഞ്ഞു, ആൽക്കീൻസ് കഴിഞ്ഞു, ആൽക്കൈൻസ് കഴിഞ്ഞു. ഹൈഡ്രോ കാർബൺസിൽ തന്നെ ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയ സ്ട്രക്ചേഴ്സ് ആണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ, മണമുള്ള ഹൈഡ്രോകാർബൺസ് which contain one or more benzene rings either fused or isolated in their molecules are called the aromatic hydrocarbons. or aromatic hydrocarbons ന്റെ വേറൊരു വട്ടപ്പേര് എന്ന് പറയുന്നത് അറീൻസ് എന്നാണ്. ARENES. The structure of benzene കെക്യൂൾ ആണ് വരച്ചത്, അതേ പുള്ളി വരച്ചിട്ട് പറഞ്ഞു it has high degree of unsaturation and unusual stability due to resonance. Benzene is the most resonance stabilized സ്ട്രക്ചറുകൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ബെൻസീൻ സ്ട്രക്ചർ. ബെൻസീൻ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ സർക്കിൾ വരയ്ക്കാം. ബിക്കോസ് അതിലെ ഡബിൾ ബോണ്ട് വളരെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഈ ഹക്കൽ റൂൾ ഓഫ് ആരോമാറ്റിക്സ് അപ്ലൈഡ് ടു ആൾ റിംഗ് സിസ്റ്റം വെദർ benzene ring or not possess the following. ഒന്ന് പ്ലനാരിറ്റി, കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്. അടുത്തത് ഒരു സാധനത്തിന് ആരോമാറ്റിക് ആണെന്ന് ഹക്കൽ റൂൾ പ്രകാരം അതിൽ 4n+2 പൈ ഇലക്ട്രോൺ. ഒരു ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം സിഗ്മ ബോണ്ടും ഒരെണ്ണം പൈ ബോണ്ടുമാണ്. ഒരു പൈ ബോണ്ട് എന്ന് വെച്ചാൽ അതിൽ 2 ഇലക്ട്രോൺ. അപ്പൊ 4n+2 എന്ന് വെച്ചാൽ n is the number of rings ആണ്. അപ്പൊ ബെൻസീനിൽ ഒരു റിംഗേ ഉള്ളൂ. അപ്പൊ എന്നിന്റെ വില എത്ര? 1. 4 × 1+2 എത്ര? 6 ഇലക്ട്രോൺ. ശരിയല്ലേ? ബെൻസീനിൽ 3 ഡബിൾ ബോണ്ട്, ഓരോ ഡബിൾ ബോണ്ടിലും 2 പൈ ഇലക്ട്രോൺസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബെൻസീൻ ഈസ് ആരോമാറ്റിക്. എന്നിന്റെ വില 1 ഉള്ള 6 പൈ ഇലക്ട്രോൺസ് ഉള്ള സ്ട്രക്ചേഴ്സിനാണ് സൈക്ലോ പെന്റാഡൈനൈൽ ആനയോ സൈക്ലോ ഹെപ്റ്റാ ട്രൈനൈൽ കാറ്റിയോൺ. എന്നിന്റെ വില 2 ഉള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അക്കോർഡിംഗ് ടു ഹക്കൽ റൂൾസിൽ വരുന്ന അടുത്ത നാഫ്തലിൻ. എന്നിന്റെ വില 2 എന്നാൽ അവിടെ 10 പൈ ഇലക്ട്രോൺസ്. ആന്ത്രാസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിന്റെ വില 3 വരും, 14 പൈ ഇലക്ട്രോൺസ്. ഫിനാന്ത്രസിനും ആരോമാറ്റിക് ആണ് അക്കോർഡിംഗ് ടു ഹക്കൽ റൂൾ വേർ n ഈസ് ഹാവിംഗ് എ വാല്യൂ ഓഫ് 3. ശരിയല്ലേ? ഫിനാന്ത്രസീനിൽ 3 റിംഗ്, ആന്ത്രസീനിലും 3 റിംഗ്, 1 റിംഗ്, 2 റിംഗ്, 3 റിംഗ്. അപ്പൊ എന്നിന്റെ വില എത്ര വരും? 3 വരും. ഇനി ബെൻസീനെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ കുറെ പഠിച്ചു. ആദ്യം സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥീൻ, ഡീകാർബോക്സിലേഷൻ ഓഫ് ആരോമാറ്റിക് എന്ന് വെച്ചാൽ ബെൻസീൻ റിംഗിൽ COO(Na+NaOH) in the presence of calcium oxide we will get Na2CO3 plus ബെൻസീൻ. അടുത്ത റിഡക്ഷൻ ഓഫ് ഫീനോൾ. ഫീനോൾ എന്ന് വെച്ചാൽ ആരാണ്? ബെൻസീൻ റിംഗിന്റെ മണ്ടയിൽ OH വരുന്നവരാണ് ആര്? ഫീനോൾ. അതിൽ സിങ്ക് മെറ്റൽ വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ we will get ബെൻസീൻ പ്ലസ് സിങ്ക് ഓക്സൈഡ്. ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് നോൺ പ്ലാനാർ. They are colorless liquids or solids with characteristic aroma. അതാണ് അവരുടെ ആരോമാറ്റിക്. They are immiscible with water but miscible in organic solvents and burned with sooty flame. Sooty flame എന്ന് വെച്ചാൽ കരി പ്രൊഡ്യൂസ്. Boiling point of arenes increase with the molecular size due to increase in van der Waals force of attraction. The melting point depends on molecular size and symmetry. Among ortho, meta, para, silines, para isomer has the highest melting point. That para-ക്ക് symmetry ഉണ്ട്. അതുകൊണ്ടാണ് para compounds more stable ആയിരിക്കും, high melting point. ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താറുണ്ട്, അഡിഷൻ റിയാക്ഷൻ ആണ്, ഓക്സിഡേഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, ബെൻസീൻ ഇലക്ട്രോഫിലിറ്റി ഹീറ്റ് ചെയ്യുന്നു, H2SO4 we will get ബെൻസീൻ റിംഗിന്റെ മണ്ടയിൽ SO3H സൾഫാനിലിക് ആസിഡ് എന്ന് പറയും. ആ പ്രോസസ്സിനെ നമ്മൾ സൾഫോനേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആൻഡ് ആൽക്കൈലേഷൻ നിങ്ങൾ പഠിച്ചത്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. 6 ബെൻസീൻ പ്ലസ് 6 മോളിക്യൂൾ Cl2 in the condition of anhydrous AlCl3 in dark and cold condition we will get the benzene 6 ക്ലോറിൻ കൂടെ കയറി. ഇനി അതേ ക്ലോറിൻ അൺഹൈഡ്രസ് AlCl3 ക്ലോറോബെൻസീൻ കിട്ടി. അഡിഷൻ റിയാക്ഷൻ ആണ്. ഇതേ ബെൻസീനിൽ 3 മോളിക്യൂൾ Cl2 UV ലൈറ്റും ഹീറ്റും കൂടെ കൊടുത്താൽ ബെൻസീന്റെ ഡബിൾ ബോണ്ട് എല്ലാം പോകുന്നത്. ഇവിടെ വട്ടച്ചക്രം വരയ്ക്കാതെ ഒരു സൈക്ലോ ഹെക്സേനിൽ 6 മോളിക്യൂൾ ക്ലോറിൻ. ഇനി ഓർത്തോ പാരാ ഡയറക്ടേഴ്സ് നിങ്ങൾക്കറിയാം. ഫോർ ദി
Ortho-para directing groups are also called as activating groups because the incoming ഗ്രൂപ്പിനെ വിളിച്ചു വരുത്തി എവിടെ കൊണ്ടുപോയിരുന്നു, ഓർത്തയിലോ പാരയിലോ കൊണ്ടുപോയിരുന്നു. അപ്പം CH3 ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്ടർ ആണ്. C2H5 ഈതയില് OCH3 എന്ന് വെച്ചാൽ മെത്തോക്സി, NH2 അമിനോ, ഇവരൊക്കെ മെയിൻ ഓർത്തോ പാര ഡയറക്ടേഴ്സ്. ഇനി ഹാലജൻസ് ആർ ഓർത്തോ പാര ഡയറക്ടിംഗ് ഗ്രൂപ്പ്സ് ബട്ട് ആർ മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ഡ്യൂ ടു സ്ട്രോങ് മൈനസ് അയൺ. ഈ മെറ്റാ ഡയറക്ടിംഗ് ഗ്രൂപ്പിനെ അപ്പൊ എന്തോ ആയിരിക്കും വിളിക്കുന്നത്, ആർ ആൾസോ കാൾഡ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ബിക്കോസ് ദ ഇൻകമിംഗ് ഗ്രൂപ്പ് ഈസ് ഡയറക്റ്റഡ് ടു മെറ്റാ പൊസിഷൻ. എക്സാമ്പിൾ ഓഫ് എന്ന് പറയുന്നത് NO2, CN, CHO, COR, COH, SO3H ഇതൊക്കെ മെറ്റാണ്. എലാബറേറ്റ് ഒരു വലിയ ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് 12th സ്റ്റാൻഡേർഡിന്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ എൻട്രൻസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ 13th ചാപ്റ്റർ ആയ ഹൈഡ്രോകാർബൺസ് ആൻഡ് എസൻഷ്യൽ തിയറി. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വൈൻഡപ്പ് ചെയ്തത്. അടുത്തൊരു വീഡിയോയിൽ MCQs ഗുഡ് ബൈ, താങ്ക് യു.